ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മോൾക്ക് ഞാൻ ഏത് ഡ്രസ്സാണ് എടുത്തതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന്. ഞാൻ ഈ ഒരു മിഡിയാണ് അവൾക്ക് എടുത്തത്. അപ്പോൾ ഇത് മോളെ ബർത്ത്ഡേ എൻ്റെ രാവിലത്തെ അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. മോളെ മൂടൊന്നും ശരിയില്ല, അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണ്. കരച്ചിലും ഷാഡിയും ഒക്കെ ആയിരുന്നു. കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. രാവിലെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അവളൊന്ന് നിലത്ത് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നിനും പറ്റിയില്ല. ആളെ മൂടൊട്ടും ശരിയില്ല, കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ അമ്പലം എന്ന് വെച്ചാൽ രാവിലെ പോയതാണ്. തലശ്ശേരിക്കാർ കാണുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. തിരുവങ്ങാട്ട് അമ്പലത്തിലാണ് പോയത്. ഒരു 10-15 മിനിറ്റ് ഓട്ടോയിൽ, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ക്ഷേത്രത്തിലെത്തും. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഇതേപോലെ വലിയൊരു ക്ഷേത്രത്തിൻ്റെ കുളമാണ് മുമ്പിൽ, ചെറ എന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പോൾ ഇവിടെ പുറത്തുള്ള ആൾക്കാർ നീന്താനൊക്കെ വരും. രാവിലെ നീന്തം പഠിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. നല്ല ആഴമുള്ള കുളമാണെന്ന് പറയുന്നത് കേൾക്കുന്നു. ഞാനിതുവരെ ഇറങ്ങിയിട്ടില്ല, എനിക്ക് നീന്താൻ അറിയില്ല. പിന്നെ എൻ്റെ അമ്മമ്മ ഉണ്ടായിരുന്ന വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വന്നതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടിയാണ് രാവിലെ അമ്പലത്തിൽ പോയത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കുളത്തെ ഇങ്ങനൊരു നടപ്പാതയുണ്ട് കുളത്തിൻ്റെ സൈഡിൽ. അതുവഴിയാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തുക. നടന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് കയറുക. കുളത്തിലേക്ക് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഉള്ളിലേക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല. ഇത് കല്യാണ മണ്ഡപമാണ്. അവിടെ പിന്നെ കല്യാണ ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളും ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികം അവരെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ പുറത്തുള്ള ഒരു ഇങ്ങനെയാണ്. ഇനി ഇവിടുത്തെ ഉത്സവം വരാനുണ്ട്. വിഷുവിനാണ് ഇവിടുത്തെ ഉത്സവം സ്റ്റാർട്ടാക്കുന്നത്. ഒരു 8 ദിവസത്തെ ഉത്സവമാണ്. ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റട്ടെ. അപ്പോൾ അവിടെ തകൃതിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അവരെ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് 3 എന്താ പറയുക, നട, വടക്കേ നട, കിഴക്കേ നട എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെയൊന്നും ക്യാമറ എടുത്തിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഏറ്റവും ഭംഗി ഈ കുളം തന്നെയാണ്, ക്ഷേത്ര കുളം തന്നെയാണ് ഭംഗി കാണാൻ. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ എടുത്ത് വരുമ്പോൾ ഒന്ന് കാല് കെട്ടിയിട്ടുണ്ടെങ്കിൽ താഴോട്ട് പോയിട്ട് കുളത്തിൽ വീഴും. മോളെയും കയ്യിലുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ട് വരെ നല്ല പേടിയുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒന്ന് കാല് തെറ്റിയാൽ നല്ല രസമുണ്ടാവും. പിന്നെ ബർത്ത്ഡേയും കൂടിയല്ലേ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ഈ ഭാഗം നല്ലതായി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും ക്ഷേത്രത്തിൽ പോയാൽ ഒരു മസാല ദോശ വടയൊക്കെ കഴിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു ബ്രാഹ്മണ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് എന്തായാലും മസാല ദോശയോ വടയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. എപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് മസാല ദോശ തന്നെയാണ്. നല്ല തിരക്കൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ, അടിപൊളി മസാല ദോശയൊക്കെയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അന്ന് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വ്ളോഗാണ്. കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.